السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله مولانا العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما بك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ തങ്ങൾ ഉസ്താദ് അവറുകൾ, ഉദ്ഘാടനം ചെയ്തു തന്ന സയ്യിദ് അവറുകൾ, മറ്റ് പണ്ഡിതന്മാർ, ഉലമാക്കൾ, മുത്തഅല്ലിമുകൾ, മദ്ഹറു നൂറുൽ ഇസ്ലാമി തഅലീമി എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ, ബാനിയായ മഹാനരായ തങ്ങൾ ഉസ്താദ് അവറുകൾ സയ്യിദുന അസ്സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. മഹാനവറുകളാണ് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക നേതാവ്. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദഅവാ, പ്രചരണ, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു ആസ്ഥാന കേന്ദ്രമാണ് മദ്ഹർ എന്ന് പറയുന്ന ഈ സ്ഥാപനം. ഒരു കാലത്ത് ഈ പ്രദേശങ്ങളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രബോധനങ്ങൾ നടത്താൻ, പ്രചരണങ്ങൾ നടത്താൻ ആസ്ഥാനം ഇല്ലായിരുന്നു, ഒരു കേന്ദ്രം ഇല്ലായിരുന്നു. എന്തിനധികം ശരിക്കും ഒരു മീറ്റിംഗ് നടത്താൻ വരെ സൗകര്യപ്രദമായ സ്ഥലങ്ങളില്ലായിരുന്നു. നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആ ദഅവാ രംഗത്ത്, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണ രംഗത്ത് തല ഉയർത്തി നിൽക്കുന്ന വലിയ ഒരു ആസ്ഥാനമായി, ഒരു പ്രസ്ഥാനമായി മദ്ഹർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വന്യരായ ഉസ്താദ് അവറുകൾ 30 കൊല്ലം മുമ്പ് സ്വദേശമായ കടലുണ്ടിയിൽ നിന്നും പൊസോട്ടിലേക്ക് ഒരു മുദരിസായി വന്നു. അന്നാർക്കും അറിയാത്ത
റിസോർട്ടിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു തങ്ങൾ ഉസ്താദായിരുന്നു. അവിടുത്തെ ഇൽമിൻ്റെ ഘനഗാംഭീര്യത കൊണ്ട്, അവിടുത്തെ പ്രവർത്തന ശൈലി കൊണ്ട്, സുന്നത്ത് ജമാഅത്തിനോട് അതിയായ പ്രതിബദ്ധതയും കഠിനമായ ആവേശവും കാണിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും അറിയപ്പെട്ട പുസോട് തങ്ങൾ ഉസ്താദായി മാറിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അവിടുന്ന് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മദ്ഹർ, ആയിരക്കണക്കിന് മുതഅല്ലിമുകളാണ് വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായ ഒരാൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ, മരിച്ചു പോയാൽ, എത്ര കൊല്ലം കഴിഞ്ഞാലും, വേണ്ട ഒരു കൊല്ലം തന്നെ കഴിഞ്ഞാലും കുറേ കൊല്ലം കഴിഞ്ഞതുപോലെയാണ് തോന്നാറ്. ഒന്നിരായ ഉസ്താദ് അവറുകൾ 10 കൊല്ലമായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിടവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ആ കാലയളവ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ നമ്മളിൽ നിന്ന് പോയതുപോലെയാണ് തോന്നുന്നത്. കാരണം, അല്ലെങ്കിൽ ഇന്നും നമ്മളെ കൂടെ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. കാരണം അവിടെ നിന്ന് ഹയാത്തിൽ ചെയ്ത എല്ലാ സംഗതികളും ഇവിടെ മുറ പോലെ നടക്കുകയാണ്. അവിടുന്ന് കൊല്ലങ്ങളോളം പൊസോട്ട് പള്ളിയിൽ നടത്തിയ ദർസ്, അതിനുശേഷം മദ്ഹറിൽ വന്നും നടത്തിയ ദർസ്, യാതൊരു കുറവുമില്ലാതെ അതിനേക്കാൾ വിപുലമായ വിദ്യാർത്ഥികളോടെ, മുദരിസുമാരോടെ മദ്ഹറിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നടത്തിയ ദർസ് ഇന്നും ഇവിടെ നിലക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നടത്തിയ പ്രബോധനങ്ങൾ, ദഅ്വാ പ്രവർത്തനങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നടത്തിയ ആത്മീയമായ പരിഹാരം ചികിത്സയിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നടത്തിയ ആത്മീയമായ പരിഹാരമാർഗങ്ങൾ അവിടുത്തെ പ്രിയപുത്രനായ ഷഹീറുൽ ബുഖാരി തങ്ങളിലൂടെ ഇവിടെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ, ആണുങ്ങളായും സ്ത്രീകളിലായും ദിനേന ഷഹീർ തങ്ങളിലൂടെ അവിടുത്തെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് ആ പരിഹാരമാർഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ മഹാനവറുകൾ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും അതിശക്തമായ രീതിയിൽ മദ്ഹറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ വിടവ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് അവിടുത്തെ ജീവിതത്തിൽ ഉദ്ദേശിച്ചതും. അൽഹംദുലില്ലാഹ്, ഇന്ന് 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. ഉസ്താദിൻ്റെ ആ ആഗ്രഹം ഇന്ന് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരത്തിൻ്റെ ഒരറ്റത്താണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നതെങ്കിലും, കേരളത്തിൻ്റെ ഒരു അറ്റത്താണ് നിലകൊള്ളുന്നതെങ്കിലും, ഈ സ്ഥാപനത്തിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും പഠനം നടത്തുന്നത് കർണാടകയിലെ വിദ്യാർത്ഥികളാണ്. നമ്മളെ സദസ്സിലേക്ക് അബ്ദുൽ ഉസ്താദ് അവർകൾ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ പരിപാടികളും വിജയത്തിലാക്കി തരുമാരാകട്ടെ. എല്ലാവരും വലിയ പേടിയിലായിരുന്നു. 2 ദിവസം മുമ്പ് വരെ കോരിത്തരിച്ച് ഇവിടെ ഭയങ്കരമായ സ്ട്രോങ്ങിൽ പെയ്തിരുന്ന മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നരായ ഉസ്താദിൻ്റെ ഉറൂസിന് വേണ്ടി വളരെ ഭംഗിയായി നിർത്തി തന്നിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നവർക്കും ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ സംബന്ധിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി തന്നിട്ടുണ്ട്. ഇനിയും അല്ലാഹു സന്തോഷത്തോടുകൂടി ഈ പരിപാടിയുടെ സമാപ്തി വരെ എല്ലാ നിലക്കും അല്ലാഹു സന്തോഷിപ്പിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി പരിപാടി ഒന്നരായ ഉസ്താദ് അവിടെ കടന്നുകൊണ്ട് ഈ പരിപാടി ആസ്വദിക്കുകയാണ്, ഈ പരിപാടി വീക്ഷിക്കുകയാണ്, ഈ പരിപാടി കാണുകയാണ്. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്കെല്ലാവർക്കും പൂർണ്ണമായും നൽകുമാരാകട്ടെ. ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും വിജയത്തിലാക്കി തരുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, ഇന്നത്തെ മഹത്തായ ജൽസത്തുൻ നസീഹയിൽ പേരുപോലെ തന്നെയാണ് സാദാത്തുക്കളുടെയും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും നസീഹത്തിൻ്റെ ദിനമാണ് ഇന്ന്. വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും നമ്മൾ കേട്ടു. കാലികമായ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോട് പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. ഇനിയും അൽഹംദുലില്ലാ നസീഹത്തുകളാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നാളെ സനദ് ദാനം ഉദ്ഘാടനം ചെയ്യുന്നവർ ഉസ്താദ് അവറുകളാണ്. നാളത്തെ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകളുടെ പ്രിയ പുത്രൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള അഹ്സനി ഉസ്താദ് ഇഹ്യാഉസ് സുന്നയിലെ പ്രധാന മുദരിസും ആത്മീയമായ ഉപദേശങ്ങളെ കൊണ്ട് സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കൊക്കെ പലപ്പോഴായി നമ്മുടെ SYSൻ്റെയും മറ്റ് ക്യാമ്പുകളിലേക്ക് ഉസ്താദ് ക്ലാസ്സിന് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, വളരെ തസ്കിയത്തിൻ്റെ ആത്മീയതയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഉസ്താദിൻ്റെ നസീഹത്തുകളും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാ, ഈ മജ്ലിസ് ഈ ജൽസത്തുൻ നസീഹയിൽ ഉസ്താദിൻ്റെ ഒരു നസീഹത്ത് നമുക്ക് കിട്ടിയത് വലിയ ഒരു ഭാഗ്യമാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഫാറൂഖ് നഈം ഉസ്താദിൻ്റെ മുഖ്യ പ്രഭാഷണം നടക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. മർഹബൻ ബിൽ ഖായിദിൽ വസലാത്തി അല്ലാഹു